CAA. ഇതിനെക്കുറിച്ച് ഒരു സൈഡിൽ ഇത് വേണം, ഇത് നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരും വേറെ സൈഡ് ഇത് വേണ്ട, ഇത് നല്ലതല്ല പറയുന്ന ആൾക്കാരും കാണാൻ പറ്റും. നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ത്യക്കുള്ളിൽ സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഇത് ശരിയല്ല എന്ന് പറയാം, ശരിയാണെന്നൊക്കെ പറയാം. പക്ഷേ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് റിപ്പോർട്ടർ ഒരു കാര്യം പറയുകയുണ്ടായി. ഞങ്ങൾ ഇന്ത്യയിലെ ഈ CAA-യെക്കുറിച്ച് വളരെ സൂക്ഷ്മത നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന CAA-യെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നും ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു രാജ്യത്ത് നടപ്പാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരു രാജ്യം, അത് ഫ്രണ്ട്ലി കൺട്രി ആണെങ്കിൽ ശരി, അതല്ലെങ്കിൽ ശരി, ഒരു രാജ്യം പറയുന്നത് ശരിയാണോ? ഇതിനോട് ഇന്ത്യയുടെ പ്രതികരണം എന്താണ്? ശരിക്കും അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചത് എങ്ങനെയാണ്? ഇന്ത്യ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ CAA-യെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും അതേസമയം കുറേ കൂടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. ഇതിൽ മോശം ആൾക്കാർ ആരാണെന്ന് ഞാൻ പറയില്ല. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത് ഇതിൽ മോശം ആൾക്കാർ ആരാണ്, ഇതിൽ നല്ല ആൾക്കാർ ആരാണ്, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം എന്താണെന്നുള്ളത്. വീഡിയോ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഈ CAA ഇത് മോശമാണോ, ഇത് നല്ലതാണോ, ഇതിൽ ശരിക്കും നല്ല ആൾക്കാർ ആരാണ്, മോശം ആൾക്കാർ ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മറക്കാതെ താഴെ വീഡിയോ കമൻറ്റ് ചെയ്യണം. ഞാൻ വിജയൻ, വെൽക്കം ടു ക്രിസ്റ്റൽ കിങ് സ്റ്റുഡിയോസ്. സിറ്റിസൺഷിപ്പ് അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് 1946-47 സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യയിൽ. അതായത് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ നിൽക്കാം, അതല്ല ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് പാകിസ്ഥാനാണ് ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാർക്ക് പാകിസ്ഥാനിലേക്ക് പോവാം. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇഷ്ടമുള്ള ആൾക്കാർ, ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇന്ത്യയിലും, അതേസമയം പാകിസ്ഥാനിലേക്ക് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടുന്നു. അതേസമയം ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ക്രൈറ്റീരിയ വേണമെന്ന് എന്നുള്ള ഒരു ഡീറ്റെയിൽ ഒരു ആക്ട് 1955 അമെൻഡ് ചെയ്യപ്പെടുന്നു. സോ 1955 ശേഷം ഇന്ത്യയിൽ ജനിച്ചവരോ അതല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ ഇന്ത്യയിൽ ജനിച്ച് ഇവിടെ താമസിക്കുന്നവരോ അതല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പൗരത്വം കിട്ടും. സോ ഇന്ത്യയുടെ പൗരത്വം നമുക്കൊരു ഈ ഒരു രീതിയിൽ കിട്ടും. മതം ഇതിനൊരു അടിസ്ഥാനമായിട്ട് ഒരു ആക്ഷനും പറയുന്നില്ല. അതിനുശേഷം 2019 ഒരു മാറ്റം കൊണ്ടുവരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ പൗരത്വം എടുത്ത് മാറ്റാനുള്ള മാറ്റം അല്ലത്. ഇപ്പോൾ ആൾറെഡി പൗരത്വം ഉണ്ട്, അവിടെ പൗരത്വം എടുത്ത് മാറ്റിയേക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റം കൊണ്ടുവന്നതല്ലത്. പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള മാറ്റങ്ങളായിരുന്നു അന്ന് കൊണ്ടുവന്നത്. പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് 2 രീതിയിലാണ് ആൾക്കാർ വരാറ്. ഒന്ന് ലീഗലായിട്ട്, 2 ഇല്ലീഗലായിട്ട്. ഈ 2 രീതിയിലാണ് നോർമലായിട്ട് ആൾക്കാർ വരാറ്. ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്നത് നോർമലാണ്, അത് സാധാരണ കൊടുക്കാറുള്ളതാണ്. ഇവിടെ CAA പറയുന്നത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെ മൈനോറിറ്റി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവർ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ പൗരത്വം കൊടുക്കും എന്നാണ് CAA പറയുന്നത്. അതും അവർ 2014 മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ പൗരത്വം കൊടുക്കൂ എന്നും CAA പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇല്ലീഗലായിട്ട് വന്നു, അതായത് ഇന്ത്യയിലേക്ക് ലീഗലായിട്ടല്ല ഇല്ലീഗലായിട്ട് വന്നു എന്നതിനേക്കാളും ഈ 3 രാജ്യങ്ങളിൽ താമസിക്കാൻ പറ്റാതെ ഇന്ത്യ ഒരു അവസാന ഹോപ്പായിട്ട് അവസാന പ്രതീക്ഷയായിട്ട് വന്ന ആൾക്കാരാണ് എന്ന രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പൗരത്വം കൊടുക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നവരിൽ 6 മതത്തിലുള്ളവർക്ക് ഈ പൗരത്വം കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്ലാം മതത്തിലുള്ളവർക്ക്, പിന്നെ ഈ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കല്ലേ ഇവർക്കൊന്നും പൗരത്വം കിട്ടില്ലേ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഇതിന് ഒന്നാമത്തെ ഉത്തരം ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഇസ്ലാം മതത്തിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ലേ, അവർ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിലും ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ളത് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവർ തിരിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം മെജോറിറ്റി ആൾക്കാരായതുകൊണ്ട് ഇവർ തിരിച്ച് അവരുടെ രാജ്യത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മൈനോറിറ്റിയായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ലേ അവർക്ക് തിരിച്ച് അവർ രാജ്യം പോകാൻ പറ്റില്ല, കാരണം അവർക്ക് കുറേ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരു അവസാന പ്രതീക്ഷയായിട്ട് അവസാന ഹോപ്പ് എന്നൊരു രീതിയിൽ അവർ ഇന്ത്യയിലേക്ക് വരുന്നു. അവർക്ക് ഇന്ത്യ ഇവിടെ തിരിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ ലീഗലായിട്ട് വന്നവരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് ഇന്ത്യയാണ് എൻ്റെ രാജ്യം എന്ന് വിശ്വസിച്ച് ഇവിടെ താമസിക്കുന്ന ഇസ്ലാം മതത്തിലുള്ളവരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ രാജ്യങ്ങളിൽ നിന്നും ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആൾക്കാർ ഇവർക്ക് അതിനെ സിറ്റിസൺഷിപ്പ് വാങ്ങാം എന്ന കാര്യത്തെക്കുറിച്ചാണ് CAA പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്ലാം മതത്തിലുള്ളവർക്ക് അവിടെ താമസിക്കുന്നതുകൊണ്ടും അങ്ങോട്ട് പോകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ രാജ്യങ്ങളിൽ മൈനോറിറ്റി ആയിട്ട് താമസിക്കുന്ന കുറച്ച് ജനവിഭാഗം ഉണ്ടാവില്ല, അവർക്കാണ് പ്രശ്നം. അവർ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ, അവർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ പൗരത്വം കൊടുക്കാം എന്നാണ് CAA പറയുന്നത്. അതേസമയം വേറൊരു ചോദ്യം വരുന്നുണ്ട്. ഈ ശ്രീലങ്കൻ തമിഴരല്ലേ, അവർ കുറേ ടോർച്ചറൊക്കെ അനുഭവിക്കുന്നുണ്ട്, കുറേ പീഡനം നേരിടുന്നുണ്ട്.
അവർ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ പൗരത്വം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അവിടെ ശ്രീലങ്കയിൽ തമിഴർ എന്ന് പറയുന്നത് മൈനോറിറ്റീസ് അല്ല. ശരിക്കും ശ്രീലങ്കയുടെ പൂർവികർ എന്ന് പറയുന്നത് തമിഴന്മാരാണ്. അതുകൊണ്ട് അവരൊരിക്കലും മൈനോറിറ്റീസ് അല്ല. അവിടെ ഈ ശ്രീലങ്കയിൽ നിന്നും അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ വേര് പറിച്ച് വേറൊരു സ്ഥലത്ത് നട്ട പോലെയാണ് അത് ഉണ്ടാവുക എന്നാണ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇപ്പോൾ പറഞ്ഞതാണ് ഈ CAA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഇതിൽ പൗരത്വം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. ഇതിന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റ് വേണ്ട. പക്ഷേ നിങ്ങൾ ഏകദേശം 12 മാസം തൊട്ട് 8 വർഷം വരെ ഇന്ത്യയിൽ താമസിച്ചു എന്നതിനുള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ഈ 12 തൊട്ട് 8 വർഷം ഞാൻ പറഞ്ഞില്ലേ, അതിൽ 6 വർഷം വരെയെങ്കിലും നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അതിനുള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ തായ്ലാൻഡിൽ പോയിട്ട് ഒരു 6 വർഷം ഇരുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നിട്ട് 2 വർഷം ഇരുന്നു. 2 വർഷം ഒരു 12 മാസം ഇരുന്നു. എനിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. തുടർച്ചയായിട്ട് എനിക്ക് 6 വർഷം ഇന്ത്യയിൽ താമസിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് പൗരത്വം കിട്ടൂ. അറ്റ്ലീസ്റ്റ് 6 വർഷവും 12 മാസവും ഇന്ത്യയിൽ താമസിക്കണം. എങ്കിൽ മാത്രമേ ഈ പൗരത്വം കിട്ടൂ. പിന്നെ ഒരു സംസ്ഥാനത്തിനും ഈ പൗരത്വം കൊടുക്കാനോ എടുത്തു മാറ്റാനുള്ള അധികാരമില്ല. കേരള, തമിഴ്നാട്, പുതുച്ചേരി ഈ 3 സംസ്ഥാനങ്ങളും CAA ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അതിന് എതിരായിട്ട് കുറേ വിമർശനം വരുന്നുണ്ട്. ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാണ് തീരുമാനിക്കുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതേ സംസ്ഥാനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ്റിനോട്. അതായത് ഈ 3 രാജ്യങ്ങളിലും റോഹിംഗ്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് എന്തുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൗരത്വം കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന എക്സ്പ്ലനേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോഹിംഗ്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവർ ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന പ്രഷർ ഇന്ത്യക്ക് മേലെയുണ്ട്. അതേസമയം ഈ റോഹിംഗ്യ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ അവരുടെ എതിരെയുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ പ്രഷറും ഉണ്ട്. പിന്നെ ഈ റോഹിംഗ്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ബംഗ്ലാദേശിൻ്റെ ആൾക്കാരാണ്. ഇവരെ നിങ്ങൾ തന്നെ പുറത്താക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇവർ സംരക്ഷിക്കുന്നില്ല? ഇവർക്ക് ഞങ്ങൾ പൗരത്വം കൊടുക്കണോ എന്ന് ഇന്ത്യ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജനങ്ങളെ നിങ്ങൾ തന്നെ ഓടിച്ചിട്ട് ഞങ്ങളുടെ പൗരത്വം കൊടുക്കണമെന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യവും ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ റിപ്പോർട്ടർ ഒരു കാര്യം ചോദിക്കുന്നത് ഇന്ത്യയോട്. നിങ്ങളിങ്ങനെ മതാടിസ്ഥാനത്തിൽ ഇങ്ങനെ പൗരത്വം കൊടുക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വൈറ്റ് ഹൗസ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. ഇതിന് ഇന്ത്യ കൊടുക്കുന്ന ഉത്തരവാണ് നിങ്ങളിങ്ങനെ ഒരു കാര്യത്തെ വളരെ ചെറുതായിട്ട് കാണരുത്. നിങ്ങളൊരു ഫ്രണ്ട്ലി കൺട്രി ആണെങ്കിൽ ഞങ്ങളൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നല്ലാതെ വളച്ചൊടിച്ച് ഇങ്ങനെ ഒന്നും പറയരുത്. ഇങ്ങനെയുള്ള ഒരു ഷാർപ്പ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈ റിപ്ലൈ കൊടുത്തത് ആരാണെന്ന് നോക്കിയാൽ റാന്ദീർ ജയ്സ്വാൾ. ഇദ്ദേഹം ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുടെ സ്പോക്സ് പേഴ്സൺ ആണ്. ഇന്ത്യയെക്കുറിച്ച് വളരെ ലിമിറ്റഡായിട്ട് മനസ്സിലാക്കിയ ഒരു രാജ്യത്തിന് മാത്രമേ ഇങ്ങനെ വളരെ വളച്ചൊടിച്ച് കാരണം പറയാൻ പറ്റൂ ഇന്ന് ഡയറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. മാത്രമല്ലാതെ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ആൾക്കാരുടെ സിറ്റിസൺഷിപ്പ് എടുത്ത് മാറ്റല്ല ചെയ്തത്, ഇങ്ങോട്ട് ഇതൊരു അവസാന പ്രതീക്ഷയാണെന്ന് വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പൗരത്വം കൊടുക്കുന്നു എന്ന രീതിയിലാണ് CAA പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഇതിനെ കാണരുത്, അത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഇങ്ങനെയൊന്നും കാര്യങ്ങൾ പറയരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും ഈ CAA ഈ പൗരത്വം ഇല്ലാത്ത ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുക എന്നല്ലാതെ ഈ പൗരത്വം ആൾറെഡി ഉള്ള ആൾക്കാരുടെ പൗരത്വം എടുത്ത് മാറ്റുകയല്ല ചെയ്യുന്നത്. പക്ഷേ കുറേ പൊളിറ്റിക്കൽ പാർട്ടീസ് കുറേ ആൾക്കാർ ഇതൊക്കെ ഊതി വീർപ്പിച്ചിട്ട് കുറേ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തിട്ട് കുറേ മിസ്ഇൻഫർമേഷൻ കൂട്ടിച്ചേർത്തിട്ട് ഇത് വേറൊരു രീതിയിലാക്കി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൾക്കാരെ വിഭജിച്ചിട്ട് അവരുടെ ഇടയിൽ ഈ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തിട്ട് സമരം നടത്തിക്കുക, പിന്നെ ആൾക്കാരുടെ ഒരു കാരണം പറഞ്ഞ് അവരെ ഭിന്നിപ്പിക്കുക, ഇങ്ങനെ ചെയ്തിട്ട് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇതിനെ പറയുന്നത്. ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരാൾ വരികയെന്ന് വിചാരിക്കുക, അയാൾ ഹിന്ദു ആണെന്ന് വിചാരിക്കുക, അയാൾക്ക് പൗരത്വം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ നിന്നും ആരാണ് വന്നാലേ അത് 2014 മൂവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വർഷം താമസിച്ചിട്ടുണ്ടെങ്കിലേ പൗരത്വം കിട്ടും. അല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്ത് നിന്ന് വന്നാലും ആൾക്ക് പൗരത്വം കിട്ടില്ല. മൈനോറിറ്റി പീപ്പിൾ, ഈ 3 രാജ്യങ്ങളിലെ മൈനോറിറ്റി പീപ്പിൾ കഷ്ടപ്പെടുന്നവർ ഇന്ത്യയിലേക്ക് വന്നാൽ ഞങ്ങൾ പൗരത്വം കൊടുക്കും എന്ന കാര്യമാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഇതിനെ എത്രമാത്രം വളച്ചൊടിച്ച് ആരെന്ത് പറഞ്ഞാലും ഇതാണ് ഇതിൻ്റെ ബേസ്.